സംസ്ഥാനത്ത് അസാധാരണ പുനർനിയമനവുമായി വിദ്യാഭ്യാസ വകുപ്പ് 10 വർഷം മുമ്പ് വിരമിച്ച ഉദ്യോഗസ്ഥന് SSK ഡയറക്ടറായിട്ടാണ് നിയമനം നൽകിയിരിക്കുന്നത്. 2016 കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച കെ മോഹനകുമാറിനാണ് നിയമനം ലഭിച്ചത്. നിയമനത്തിൽ കോൺഗ്രസ് ലീഗ് അധ്യാപക സംഘടനകൾക്കും കടുത്ത അതൃപ്തി. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. ഷീജ, ഇതിപ്പോൾ 10 വർഷം മുമ്പ് വിരമിച്ച ഒരു അധ്യാപകന് ഇപ്പോൾ SSK ഡയറക്ടറായിട്ട് പുനർനിയമനം നൽകിയിരിക്കുകയാണ്. ഇപ്പോഴെന്താണ് അധ്യാപകനോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം സർക്കാരിന്? തീർച്ചയായും മനു, ഏതായാലും ഒരു അസാധാരണ പുനർനിയമനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഈ അധ്യാപകൻ കോൺഗ്രസ് അനുകൂല ഒരു അധ്യാപകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു നിയമനത്തിനുള്ള നീക്കം ഈ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് അദ്ദേഹം 10 വർഷം മുൻപാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നതാകട്ടെ SSK ഡയറക്ടറായിട്ടാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഇത് 2016 കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച വ്യക്തി കൂടിയാണ് കെ മോഹൻകുമാർ എന്ന് പറയുന്നത്. അതിനുശേഷം വിരമിച്ചതിന് ശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിലും അദ്ദേഹത്തിന് നിയമനം വിരമിച്ച ഉടൻ തന്നെ ഉള്ള നിയമനങ്ങൾ ആ ഒരു ഘട്ടത്തിൽ, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് നൽകിയിരുന്നു. പക്ഷേ അത് വിരമിച്ച ഉടനെയാണെന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകട്ടെ വിരമിച്ച് അദ്ദേഹം 10 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് ഈ ഒരു പുനർനിയമനം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും വലിയ തോതിലുള്ള വിമർശനം ഇതിനകം തന്നെ ഇപ്പോൾ ലീഗ് അധ്യാപക സംഘടനകൾ അടക്കം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയിൽ നിന്നടക്കം ഇതിൽ വിയോജിപ്പുകൾ ഉയരുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയും ലീഗിന്റെ സംഘടനയും അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് മറ്റുള്ളവർ അർഹരായിട്ടുള്ളവർ ഉണ്ട്, എന്തിനാണ് ഈ രീതിയിൽ 10 വർഷം മുൻപ് വിരമിച്ച ഒരാൾക്ക് ഈ രീതിയിലുള്ള പുനർനിയമനം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ഏതായാലും പക്ഷേ ഇദ്ദേഹം വേണ്ടപ്പെട്ടയാൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിയമനത്തിലൂടെ ഇപ്പോൾ ഏതായാലും വ്യക്തമാകുന്നത്. മനു, ശരി.